5 സെക്കൻഡ് വീഡിയോയും ഒരു ഫോട്ടോയും ഉണ്ടെങ്കിൽ ആർക്കും ഇതുപോലുള്ള വീഡിയോ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അത് എങ്ങനെയാണെന്നറിയാൻ വീഡിയോ മുഴുവനായും കാണുക. അപ്പോൾ സ്റ്റാർട്ട്. നമസ്കാരം, ഏവർക്കും ഐവേ ക്രിയേഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഒന്നാമത്തെ കാര്യം, ഫോൺ പോർട്രേറ്റ് ആയിട്ട് വെച്ചിട്ട് 5 സെക്കൻഡ് വീഡിയോ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം ഗൂഗിൾ ക്രോമിൽ പോയി ഈഗിൾ, ഒരു പരുന്തിൻ്റെ ചിത്രം ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഈഗിളിന് സെർച്ച് ചെയ്താൽ ഇഷ്ടംപോലെ പരുന്തിൻ്റെ ചിത്രം കിട്ടും. അതിൽ നല്ലതൊരു പരുന്തിനെ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഒന്നാമത്തെ വീഡിയോ റെഡി ആയിട്ടുണ്ട്. പിന്നെ പരുന്തിൻ്റെ ഇമേജും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ 2 കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. സംഗതി സെറ്റായിട്ടുണ്ട്. ഞാനിവിടെ പരുന്തിനെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏത് പക്ഷിയെയും സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം വീണ്ടും ക്രോമിൽ വരിക. എന്നിട്ട് അവിടെ പീക്ക AI എന്ന് സെർച്ച് ചെയ്യുക. പീക്ക ആർട്ട് എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടുന്നതായിരിക്കും. അതിൽ താഴെയുള്ള മൂന്നാമത്തെ റെഡ് കോളം അത് സെലക്ട് ചെയ്യുക. അതിൻ്റെ മുകളിൽ അപ്ലോഡ് വീഡിയോൻ്റെ അകത്ത് നമ്മൾ മുമ്പ് സെറ്റ് ചെയ്ത 5 സെക്കൻഡുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഡണ്ണ് കൊടുക്കുക. സെലക്ട് ചെയ്ത ശേഷം ഡണ്ണ് കൊടുത്തതിന് ശേഷം അവിടെ വരുന്നതായിരിക്കും. അതിനുശേഷം തൊട്ട് താഴെയുള്ള അപ്ലോഡ് യുവർ ഇമേജ് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ബ്രൗസറിലേക്ക് പോകുന്നതാണ്. എന്നിട്ട് നമ്മൾ പരുന്തിൻ്റെ ചിത്രം സെലക്ട് ചെയ്യുക. ഇപ്പോൾ 2 ചിത്രം അവിടെ അപ്ലോഡായി. ഇനി അടിയിലുള്ള ആ പ്രോംപ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ഓൾ കൊടുക്കുക. എന്നിട്ട് ബാക്ക് സ്പേസ് അടിച്ച് ക്ലിയർ ചെയ്ത് കളയുക. എന്നിട്ട് അവിടെ നമുക്ക് എന്താണോ ആവശ്യം അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പരുന്ത് വന്നിട്ട് എൻ്റെ കയ്യിലിരിക്കണം, അതാണ് എൻ്റെ ആവശ്യം. അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. നിങ്ങൾ പ്രോംപ്റ്റിൽ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അതുപോലെയാണ് കാര്യങ്ങൾ നടക്കുക. അതുകൊണ്ട് പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഞാനിവിടെ ദ ഹോക്ക് ഹാസ് ഫ്ലോൺ ഇൻ ആൻഡ് ഈസ് ഇൻ മൈ ഹാൻഡ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ആ സൈഡിലുള്ള സ്റ്റാർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും. മുകളിൽ ലൈബ്രറിയിൽ നമ്മുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് ആ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ആ വീഡിയോ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഇനി അതിന് ശേഷം എഡിറ്റിംഗ് ആണ്. നിങ്ങൾക്ക് എഡിറ്റിങ്ങിന് വേണ്ടി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം. ഞാനിവിടെ കൈൻമാസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്യാപ്കട്ടോ ഇൻഷോട്ടോ യൂസ് ചെയ്യാം. എന്നിട്ട് ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ റേഷ്യോ 9:16 കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വീഡിയോ സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. അതിനുശേഷം ഓഡിയോയിൽ സെലക്ട് ചെയ്യുക. നമുക്ക് വേണ്ടുന്ന ഓഡിയോ സെലക്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഓഡിയോ സെലക്ട് ചെയ്തു, ക്ലിക്ക് ചെയ്തു, അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റ് പ്ലേ ചെയ്തു. ഇനി വീഡിയോ സേവ് ചെയ്യാം. ഞാനിവിടെ ഫുൾ HD സേവ് ചെയ്യുന്നത്. സേവ് ആസ് വീഡിയോ കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ സേവ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ വീഡിയോ നമ്മുടെ ഗാലറിയിൽ എത്തിയിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത നോട്ടിഫിക്കേഷനായി. താങ്ക് യു.